വിപുലമായ പരിപാടികളോടെ 76ാം റിപ്പബ്ലിക് ദിനം ആഘോഷമാക്കി എറണാകുളം ജില്ല. രാവിലെ 8:35 മുതൽ കാക്കനാട് കളക്ടറേറ്റ് പരേഡ് ഗ്രൗണ്ടിൽ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. 8:43 പരേഡിൽ പങ്കെടുത്ത പ്ലാറ്റൂണുകൾ ബേസ് ലൈനിൽ അണിനിരന്നു. തുടർന്ന് ജില്ലാ കളക്ടർ NSK ഉമേഷ്, സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ എന്നിവർ പരേഡിനെ അഭിവാദ്യം ചെയ്തു. 9 മന്ത്രി പി രാജീവ് ദേശീയ പതാക ഉയർത്തി ജില്ലയുടെ റിപ്പബ്ലിക് ദിന പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് പരേഡ് കമാൻഡറോടൊപ്പം പരേഡ് പരിശോധിച്ചു. വിവിധ പ്ലാറ്റൂണുകളുടെ മാർച്ച് പാസ്റ്റിൽ മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. തുടർന്ന് റിപ്പബ്ലിക് ദിന സന്ദേശം കൈമാറി. എറണാകുളം റൂറൽ ജില്ലയെ പ്രതിനിധീകരിക്കുന്ന സബ് ഇൻസ്പെക്ടർ ശ്രീ സബ് ഇൻസ്പെക്ടർ ശ്രീ സെബാസ്റ്റ്യൻ പി ചാക്കോ നയിക്കുന്ന കൊച്ചി സിറ്റിയുടെ ലോക്കൽ പോലീസ് പ്ലറ്റൂൺ ഇപ്പോൾ അഭിവാദ്യമർപ്പിച്ച് കടന്നുപോകുന്നു. സബ് ഇൻസ്പെക്ടർ ശ്രീമതി ആനി SP നയിക്കുന്ന കൊച്ചി സിറ്റിയുടെ വനിതാ പോലീസ് പ്ലറ്റൂൺ ഇപ്പോൾ അഭിവാദ്യമർപ്പിച്ച് കടന്നുപോകുന്നു. സബ് ഇൻസ്പെക്ടർ ശ്രീമതി സിത്താര മോഹൻ നയിക്കുന്ന എറണാകുളം റൂറൽ ജില്ലയെ പ്രതിനിധീകരിക്കുന്ന വനിതാ പോലീസ് പ്ലറ്റൂൺ ഇപ്പോൾ അഭിവാദ്യമർപ്പിച്ച് കടന്നുപോകുന്നു. ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീ ജയകുമാർ PK നയിക്കുന്ന KP 1ാം ബറ്റാലിയന്റെ പ്ലറ്റൂൺ ഇപ്പോൾ അഭിവാദ്യമർപ്പിച്ച് കടന്നുപോകുന്നു. എക്സൈസ് ഓഫീസർ ശ്രീ സിജോ വർഗീസ് നയിക്കുന്ന എക്സൈസ് എറണാകുളം ഡിവിഷൻ പ്ലറ്റൂൺ ഇപ്പോൾ അഭിവാദ്യമർപ്പിച്ച് കടന്നുപോകുന്നു. സി കേഡറ്റ് കോർ വിഭാഗത്തിൽ ഇൻസ്ട്രക്ടർ പെറ്റി ഓഫീസർ അഖില MS നയിക്കുന്ന സീനിയർ ഡിവിഷൻ പ്ലറ്റൂൺ ഇപ്പോൾ അഭിവാദ്യമർപ്പിച്ച് കടന്നുപോകുന്നു. കേഡറ്റ് പെറ്റി ഓഫീസർ അതുൽ കൃഷ്ണ PG നയിക്കുന്ന സി കേഡറ്റ് കോർ ബാൻഡ് ടീം ഇപ്പോൾ അഭിവാദ്യമർപ്പിച്ച് കടന്നുപോകുന്നു. NCCയുടെ 21 കേരള ബറ്റാലിയൻ പ്ലറ്റൂൺ ഇപ്പോൾ അഭിവാദ്യമർപ്പിച്ച് കടന്നുപോകുന്നു. സീനിയർ അണ്ടർ ഓഫീസർ തീർത്ഥ ചന്ദ്രൻ നയിക്കുന്നു. ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങളുണ്ടാകും, ആദർശങ്ങളുണ്ടാകും. പക്ഷേ എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിയെയും നിയമനിർമ്മാണ സഭയെയും സമൂഹത്തെയും നയിക്കുന്നത് ഓരോരുത്തരുടെയും വിശ്വാസങ്ങളല്ല, ഓരോരുത്തരുടെയും ദർശനങ്ങളല്ല, ഓരോരുത്തരും സാംസ്കാരികമായ അസ്തിത്വമല്ല. അതിനെ നയിക്കുന്നത് ഭരണഘടനാ മൂല്യമാണ്. ആ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയേണ്ടതുണ്ട്. കേരളം ഈ വർഷം
അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറാൻ പോവുകയാണ്. ആ പ്രഖ്യാപനം ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിന്റെ, എല്ലാവർക്കും അഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഒരു പ്രഖ്യാപനമായി മാറും. അതോടൊപ്പം തന്നെ കേരളം ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതയുള്ള സംസ്ഥാനമായി മാറുന്നതോടെ പുതിയ സാങ്കേതിക വിദ്യയുടെ അവകാശങ്ങളും എല്ലാ പൗരന്മാരിലേക്കും എത്തുന്നതിന് നമ്മുടെ സംസ്ഥാനത്ത് കഴിയും എന്നാണ് കണക്കാക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും ഫെഡറലിസത്തെയും സംരക്ഷിക്കുന്നതിനും ഓരോരുത്തർക്കും സ്വയം സമർപ്പിക്കാം എന്ന് പ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള അവസരമായി ഈ റിപ്പബ്ലിക് ദിന ആഘോഷത്തെ മാറ്റിത്തീർക്കണം. പരിപാടിയിൽ എറണാകുളം സെന്റ് തെരേസ സ്കൂളിലെ വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനം ആലപിച്ചു. പരേഡ് കമാൻഡന്റ് മരട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ആർ രാജേഷിന്റെ നേതൃത്വത്തിലാണ് പരേഡ് നടന്നത്. സായുധ നിരായുധ വിഭാഗങ്ങളിലായി 24 പ്ലാറ്റൂണുകളും 3 ബാൻഡുകളുമാണ് പരേഡിൽ അണിനിരുന്നത്. സായുധ സേന വിഭാഗത്തിൽ DHQ ക്യാമ്പ് കൊച്ചി സിറ്റി, എറണാകുളം റൂറൽ പോലീസ്, കൊച്ചി സിറ്റി ലോക്കൽ പോലീസ്, കൊച്ചി സിറ്റി വനിതാ പോലീസ്, കൊച്ചി റൂറൽ വനിതാ പോലീസ്, കേരള ആംഡ് പോലീസ് ഫസ്റ്റ് ബറ്റാലിയൻ തൃപ്പൂണിത്തറ, എക്സൈസ്, സി കേഡറ്റ് കോപ്സ്, 21 കേരള BNNCC തുടങ്ങിയ പ്ലാറ്റൂണുകളാണ് അണിനിരുന്നത്. നിരായുധ വിഭാഗത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ, കേരള സിവിൽ ഡിഫൻസ്, ടീം കേരള, സി കേഡറ്റ് കോപ്സ്, കസ്റ്റംസ് കേഡറ്റ് കോപ്സ്, പുത്തൻതോട് ഗവൺമെന്റ് ബോയ്സ് HSS, കീഴ്മാട് MRS ബോയ്സ്, പള്ളുരുത്തി ഗേൾസ് ONCG HSS, സെന്റ് ജോസഫ് HS കിടണ്ടൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ് പോലീസ് പ്ലാറ്റൂണുകളും അണിനിരന്നു. എറണാകുളം SRV HSS സ്കൌട്ട് ടീം, എറണാകുളം സെന്റ് ആന്റണീസ് GHSS, എറണാകുളം സെന്റ് തെരേസ CG HSS, എറണാകുളം SRV HSS, എറണാകുളം ജോർജിയൻ അക്കാദമി EMHS എന്നീ ഗൈഡ്സ് ടീമുകളും, സി കേഡറ്റ് കോപ്സ്, തൃക്കാക്കര സെന്റ് ജോസഫ് EMHSS, പള്ളുരുത്തി സെന്റ് ഡൊമിനിക് EMHSS എന്നിവിടങ്ങളിലെ ബാൻഡ് ടീമും പരേഡിൽ അണിനിരന്നു. Parade! National salute! Present! ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.